സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒട്ടേറെ വയോധികർ വിവിധ തരത്തിലുള്ള സ്വാധീനം സമൂഹത്തിൽ സൃഷ്ടിച്ചതായി കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 97 വയസ്സുള്ള മറിയക്കുട്ടിയമ്മച്ചി സാമൂഹിക മാധ്യമങ്ങളുടെ സഹായത്തോടെ അടുത്തും അകലെയുമുള്ള മക്കളുടെയും കൊച്ചുമക്കളുടെയും ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മറിയക്കുട്ടിയമ്മച്ചി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം മാത്രമേ ആകുന്നുള്ളൂ. 10 മക്കളുള്ള മറിയക്കുട്ടിയമ്മച്ചി ഇളയ മകനായ അലക്സിനൊപ്പമാണ് താമസം. അലക്സിന്റെ 3 മക്കളാണ് അമ്മച്ചിയെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചത്. വാട്സാപ്പ്, യൂട്യൂബ് തുടങ്ങിയവ മറിയക്കുട്ടിയമ്മച്ചി നിഷ്പ്രയാസം ഉപയോഗിക്കും. യൂട്യൂബിൽ വിശുദ്ധ കുർബാനയും വചനപ്രഘോഷണവും ഭക്തിഗാനങ്ങളും മറ്റും കേൾക്കുകയും തന്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമെന്ന് തോന്നുന്നവയുടെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും കാണാൻ നിർബന്ധിക്കുകയും ചെയ്യാറുണ്ട് മറിയക്കുട്ടിയമ്മച്ചി. എല്ലാറ്റിനും പുറമെ മക്കളെയും കൊച്ചുമക്കളെയും ദിവസേന ഫോണിലൂടെ വിളിച്ചു ചേർത്ത് നിശ്ചിത സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും മറിയക്കുട്ടിയമ്മച്ചി നേതൃത്വം നൽകുന്നുണ്ട്. മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ 80 പേരാണ് മറിയക്കുട്ടിയമ്മച്ചിക്കുള്ളത്. മിക്കവരും വിദേശത്തും സ്വദേശത്തുമായി തങ്ങളുടെ മേഖലകളിൽ അഭിവൃദ്ധി നേടാൻ ശ്രമിക്കുന്നവരാണ്. ഇതിൽ കൊച്ചുമക്കൾ മിക്കവരും ജോലിക്കും പഠനത്തിനുമായി സ്വന്തം വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരും. ഇവരെയെല്ലാം ദിവസത്തിൽ ഒരു നേരമെങ്കിലും വിളിച്ചു ചേർത്ത് പ്രാർത്ഥിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് മറിയക്കുട്ടിയമ്മച്ചി സാമൂഹിക മാധ്യമങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്നത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കുമാണ് മറിയക്കുട്ടിയമ്മച്ചി പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലുള്ള മക്കളുടെ സൗകര്യം നോക്കിയാണ് 2 സമയത്തായി പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഈ സമയം ഉപയോഗിക്കാറുണ്ട്. മാതാവിനെക്കുറിച്ചുള്ള പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന മറിയക്കുട്ടിയമ്മച്ചി അതെല്ലാം കേൾക്കാനും പഠിക്കാനും ശ്രമിക്കാറുണ്ട്. കൂടാതെ ഓരോ ദിവസവും കേട്ടുപഠിക്കുന്ന പാട്ടുകൾ അന്ന് രാത്രിയിലെ കുടുംബപ്രാർത്ഥനയുടെ അവസാനത്തിൽ പാടാനും അമ്മച്ചി നിർബന്ധിക്കാറുണ്ടെന്ന് ഇളയ മകൻ അലക്സ് പറയുന്നു. ആത്മീയമായ കാര്യങ്ങൾക്കു വേണ്ടി മാത്രമേ താൻ ഫോൺ ഉപയോഗിക്കാറുള്ളൂ എന്ന് മറിയക്കുട്ടിയമ്മച്ചി എടുത്തു പറയുന്നു. തമ്പുരാന്റെ വല്ലതും ഉണ്ടെങ്കിലൊക്കെ കാണും, പുണ്യാളന്മാരുടെ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുറേ പാട്ട് ഇട്ടിട്ടുണ്ട്, പിള്ളേർ പാടുന്ന പാട്ട്. അത് വേറെ ഒന്നുമില്ലാതെ തോന്നുമ്പോൾ സന്ധ്യയ്ക്കോ കിടക്കുമ്പോഴേ ആ പാട്ട് വെച്ചു. മാതാവിൻ്റെ 30 ദിവസത്തെ മാതാവിൻ്റെ വണക്കമാസമില്ലേ, വണക്കമാസം കഴിയുമ്പോൾ പിള്ളേർ പാടുന്ന. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ 97-ാം വയസ്സിലും തന്റെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് മറിയക്കുട്ടിയമ്മച്ചി. അതിനായി ധാരാളം ആത്മീയ പുസ്തകങ്ങൾ മറിയക്കുട്ടിയമ്മച്ചി വായിക്കാറുണ്ട്. അമ്മച്ചിക്ക് പണ്ടു മുതലേ വായന ഇഷ്ടമാണെന്ന് അറിയാവുന്ന മക്കൾ തന്നെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പതിവാണ്. കൂടാതെ ചിത്രങ്ങൾക്ക് കളർ കൊടുക്കാനുമെല്ലാം അമ്മച്ചിക്ക് ഏറെ ഇഷ്ടമാണ്. അമ്മച്ചിയുടെ ഓരോ ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സാധിച്ചു കൊടുക്കുകയാണ് മക്കളും കൊച്ചുമക്കളും. ഒപ്പം അവരുടെ ഉദ്യമങ്ങളിൽ പ്രാർത്ഥനയോടെ മറിയക്കുട്ടിയമ്മച്ചിയും.